ഇതെല്ലാം കണ്ണാടിയാണ്. ഇത് വെറുതെ ഞാൻ കാശ് മുടക്കി മേടിച്ചതാണല്ലോ ദൈവം. ശേ, ഇതിനകത്ത് നോക്കിയാൽ എന്നെ പോലെ ഇതെൻ്റെ മുഖമാണോ ഇത്? ചേച്ചി എന്നാ ഈ കണ്ണാടി നോക്കി പിറുപിറുക്കുന്നേ? കണ്ണാടി നോക്കിയിട്ടൊന്നും പറയണ്ടല്ലോ. ഇത് ഞാൻ വലിച്ചെറിയാൻ പോവുക. ഈ കണ്ണാടി എനിക്ക് വേണ്ട. ഇതെന്നാ കളിയാ കണ്ണാടിയെ തെറി പറയുന്നോ? കണ്ണാടിയെ എങ്ങനെ പറയാതിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയാൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചുളിവോ എന്തെങ്കിലും മുഖക്കുരുവോ എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ലല്ലോ. ചേച്ചി പ്രായത്തിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ മുഖത്ത് കാണും, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നാ വ്യത്യാസം? ഇല്ലേ, ഒരു വ്യത്യാസവും ഇല്ലേ? ഞാൻ കാണുന്നില്ല ഒന്നും. ഇല്ലേ? അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് പിന്നെ നാശം പിടിച്ച കണ്ണാടി നോക്കിയപ്പോൾ എന്തൊക്കെയോ പ്രാകൃതം പോലെ തോന്നുന്നു മുഖത്തിനോ? ചേച്ചിയുടെ മുഖം തന്നെയല്ലേ ചേച്ചി നോക്കുമ്പോൾ കാണുന്ന കണ്ണാടിയിൽ? ഇതെന്റെ മുഖമൊന്നുമല്ല അല്ലേ ഇതിൽ കാണുന്നത്? അല്ലേ? പിന്നെ ആ കണ്ണാടി ചേച്ചി നോക്കുമ്പോൾ ആരുടെ മുഖമാണ് കാണുന്നത്? ഇത് ആരുടെയാന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. ആഹാ, അത് കൊള്ളാലോ. ഇത് ഞാൻ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കാൻ പോകണം. ഇത് വേണ്ട എനിക്ക്. ദൈവമേ, അവരവരുടെ മുഖം ഈ ഓരോ വയസ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ മുഖത്ത് മാറ്റങ്ങൾ വരും കേട്ടാ. ഇതിനകത്ത് നോക്കിയാലേ എൻ്റെ പിന്നെ മുഖത്തിൻ്റെ ഷേപ്പും കൂടെ പോകുമോ? അപ്പം ഇനി കണ്ണാടി മാറിയാൽ മുഖം നന്നായിട്ട് കാണാൻ പറ്റുമെന്നാണോ പറയുന്നത്? അതെ, കണ്ണാടിയുടെ കുഴപ്പമായി ചേച്ചിയുടെ മുഖത്ത്? ഈ കണ്ണാടിയുടെ കുഴപ്പമായി. ഇത് ഞാൻ മനസ്സായിട്ട് മേടിച്ചല്ല, പിന്നെ ഇത് കണ്ടപ്പോൾ അങ്ങ് മേടിച്ചെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെയായി. ഇപ്പം മുഖം കണ്ടാൽ കുഴപ്പമാണ്. ആകെ പ്രാകൃതമായി. അല്ല, ചേച്ചിയുടെ മുഖത്തിൻ്റെ പ്രാകൃതം അല്ല. കഷ്ടം തന്നെ. അല്ല, ഇത് വെച്ച് നീ നിന്റെ മുഖത്തൊന്ന് നോക്കിക്കോ. അത് വെച്ച് എൻ്റെ മുഖം നോക്കിയാൽ എൻ്റെ മുഖം കാണുമോ അതിൽ? കാണും. അല്ലാതെ പിന്നെ ചേച്ചിയുടെ മുഖം കാണുമോ? അത് ഞാൻ പിടിച്ചു നോക്കിയാൽ എൻ്റെ മുഖം കാണും. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ചേച്ചി നോക്കുമ്പോൾ ചേച്ചിയുടെ സ്വന്തം മുഖം അതിൽ കണ്ടത്. അതേന്ന് നിനക്കങ്ങ് പറഞ്ഞാൽ മതി. മുഖത്ത് പാണ്ടും പതകരിയും ചുളിവും ഒക്കെ വന്നു. എൻ്റെ മുഖത്ത് ഒരു പാണ്ടും പതകരിയും ചുളിവും ഒന്നുമില്ല. ഈ കണ്ണാടി നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. എന്നാ വേറെ കണ്ണാടി മേടിക്കും. ഇത് ഞാൻ ദൂരെ എറിയും. ഇപ്പൊ തന്നെ കളഞ്ഞേരും. ഇപ്പൊ തന്നെ ഇത് ഞാൻ ദൂരെ കളയാൻ പോവുക. കളി, അതാ നല്ലത്. പോട്ടെ. ദൈവമേ, അതേ കണ്ണാടി വലിച്ചെറിഞ്ഞു. ആ കണ്ണാടിയുടെ ആവശ്യം എനിക്കില്ല. എൻ്റെ ചേച്ചിയുടെ മുഖത്തിന്റെ കുഴപ്പം ചേച്ചി സമ്മതിച്ചു തരില്ല. കണ്ണാടി കളഞ്ഞപ്പോ എന്തോ ഒരു ആശ്വാസം പോലെ എൻ്റെ മുഖത്തിന് എനിക്ക് സൗന്ദര്യം കൂടി. ഇപ്പൊ കണ്ണൊക്കെ കുഴിന്ന് എഴുന്നേറ്റ് വന്നു. കണ്ടോ, ചുളിവൊക്കെ നീർന്നു കേട്ടോ. മുഖത്തിനൊരു നല്ല തേജസ്സും ഓജസ്സും ഒക്കെ വന്നിട്ടുണ്ട്. എന്താ സൗന്ദര്യം, സുന്ദരമായ മുഖം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ മുഖത്തിന് ചേരുന്ന കണ്ണാടി മേടിക്കും. അപ്പൊ അത് കൊണ്ടുവരുമ്പോ അതും ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതിങ്ങനെയാകല്ലേ, ഞാൻ നല്ല വിലയുടെ മേടിക്കുള്ളൂ. അപ്പൊ ഇത് നിസാര വിലയുടെ. അപ്പൊ ചുളിവ് നീരട്ടെ, പോയി കണ്ണാടി മേടിച്ചോണ്ട്. അത് വലിച്ചെറിഞ്ഞോടെ ചുളിവ് നീർന്നു. ആശ്വാസമായി. അയ്യോ, പിന്നെ സുന്ദരവാ മുഖം. നല്ല രസമാ കാണാൻ കേട്ടോ. കണ്ണാടി പോയി വേറെ മേടിച്ചോട്ടോ. വേറെ മേടിക്കും ഞാൻ. അങ്ങനെ അങ്ങാടി തോറ്റേന് അമ്മയോടെന്ന് പറഞ്ഞോലെ അവരവരുടെ മുഖം മോശമായി വരുന്നതിന് കണ്ണാടിക്കാ കുറ്റം. കണ്ണാടിക്ക് കുറ്റമില്ലെന്ന് നീയേ പറയുള്ളൂ, വേറെ ആരും പറയാല. ഞാൻ പറയുന്നില്ല.